എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ ഡേ 6 വർക്കൗട്ട് ചലഞ്ചിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ 6ാമത്തെ ദിവസമാണിന്ന്. 6 ദിവസം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടും 5 ദിവസം വരെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്, PDF, വീഡിയോ ക്ലാസ്സസ്, വർക്കൗട്ട്, പോൾ എക്സാം വർക്കൗട്ട് എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി പുതുതായി വന്ന കൂട്ടുകാർ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ കൂടെ കൂടിക്കോളുക. നിങ്ങളും ഒട്ടും പുറകോട്ടല്ല, മുന്നോട്ട് തന്നെ പോവുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. 2022, 2023, 2024 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു പാക്കേജ് ആണ്. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു വസ്തുവിന്റെ താപനിലയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായവ ഏവ? ഓപ്ഷൻ 1, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിന്റെ താപനില. 2, താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിം പ്രെസ്കോട്ട് ജൂൾ ആണ്. ഓപ്ഷൻ 3, താപനിലയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. ഓപ്ഷൻ 4, താപനിലകളിലെ വ്യത്യാസം മൂലമാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജം ഒഴുകുന്നത്. ശരിയായ പ്രസ്താവനയാ ചോദിച്ചേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം താപവും ഊഷ്മാവും എന്ന ആ ഒരു സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഒന്നാമത്തെ പ്രസ്താവന നോക്കി: ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിന്റെ താപനില. ശരിയോ തെറ്റോ? എന്താണ് താപനില എന്ന് പറയുന്നത്? ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത്? താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ജെയിം പ്രെസ്കോട്ട് ജൂൾ ആണ്. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിം പ്രെസ്കോട്ട് ജൂൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരുന്നോളുക. അടുത്തത് താപനിലയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. ശരിയാണോ? താപനിലയുടെ SI യൂണിറ്റ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. താപനിലയുടെ SI യൂണിറ്റ് ജൂൾ ആണോ? അല്ല. താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ് അല്ലെ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി 4 നോക്കി: താപനിലകളിലെ വ്യത്യാസം മൂലമാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജം ഒഴുകുന്നത്. അത് ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. കാരണം താപനിലയിലെ വ്യത്യാസം മൂലമാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജം ഒഴുകുന്നത് അല്ലെങ്കിൽ എനർജി മൂവ് ആവുന്നത്. അപ്പം 4ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? 1, 2, 4 ഓപ്ഷൻ സി 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി നോക്കി, ഒരു പദാർത്ഥത്തിന്റെ എന്താണ് താപനില എന്ന? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപനില. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരു പ്രസ്താവന ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു ഇത്. താപനിലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അതിനകത്തെ ഒരു പ്രസ്താവനയാണിത്: ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവ് എന്താണ്? താപനിലയാണ്. ഇനി താപം അളക്കുന്ന SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജൂൾ ആണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? താപനിലയുടെ SI യൂണിറ്റ് ജൂൾ എന്നാ പറഞ്ഞത്. അത് തെറ്റാ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. എന്നാൽ താപം അളക്കുന്നതിനുള്ള SI യൂണിറ്റ് എന്താണ്? അത് ജൂൾ ആണ്. രണ്ടിന്റെ വ്യത്യാസം മറന്നു പോവരുത്, ഓർത്തിരിക്കുക. താപം അളക്കുന്ന SI യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂൾ ആണ്. എന്നാൽ താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? അത് കെൽവിൻ ആണ്. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? അത് കെൽവിൻ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ഏതാണ്? അത് കലോറി ആണ് കേട്ടോ. എത്ര ജൂൾ ആണ് ഒരു കലോറി എന്ന് പറയുന്നത്? 4.2 ജൂൾ ആണ്. 4.2 ജൂൾ ആണ് ഒരു കലോറി എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അപ്പം താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ഏതാണ്? കലോറി. താപത്തെ കുറിച്ചുള്ള പഠനം എല്ലാവർക്കും അറിയാം. താപത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? തെർമോഡൈനാമിക്സ്. താപത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് തെർമോഡൈനാമിക്സ്. അങ്ങനെയെങ്കിൽ എന്താണ് താപനില? താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ, താപം അളക്കുന്നതിനുള്ള SI യൂണിറ്റ് ജൂള്. ഇത് രണ്ടും മറക്കരുത്. എന്താണ് താപനില അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറയുന്നത്? ഒരു വസ്തുവിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവ്.
ഒരു വസ്തുവിന് എത്ര ചൂടുണ്ട് അല്ലെങ്കിൽ അതിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു അളവിനെയാണ് താപനില, താപത്തിന്റെ നില, താപനില അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറയുന്നത്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജ്ജത്തിന് ഒഴുകാൻ സാധിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താ? ഈ താപനിലകളിലെ വ്യത്യാസമാണ്. ഓരോന്നിനും ഓരോ താപനിലയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജ്ജത്തിന് ഒഴുകണം എങ്കിൽ അതിന് കാരണം എന്താണ്? അത് ഈ താപനിലകളിലെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ താപനിലയിലെ വ്യത്യാസമാണ്. താപനില അളക്കുന്ന മറ്റൊരു യൂണിറ്റ്, താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. എന്നാൽ താപനിലയുടെ മറ്റൊരു യൂണിറ്റ് ഏതാണ്? ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന താപനിലയുടെ വ്യത്യാസം എന്താണ്? അതും ഒരു ചോദ്യമാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ, കൈനറ്റിക് എനർജി വർദ്ധിക്കുമ്പോൾ അതിന്റെ താപനിലയിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? അതിന്റെ താപനിലയും എന്ത് ചെയ്യും? കൂടും. ക്ലിയർ ആയോ? ഒരു വസ്തുക്കളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ അതിന്റെ താപനിലയും എന്ത് ചെയ്യും? ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. ഗതികോർജം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? 2023 ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സെൽഷ്യസ്, ഓപ്ഷൻ ബി ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി കെൽവിൻ, ഓപ്ഷൻ ഡി പാസ്കൽ. ഏതാണ് ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത്? ഏതാണ്? നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഊഷ്മാവിന്റെ അല്ലെങ്കിൽ താപനിലയുടെ യൂണിറ്റ് അല്ലാത്തത് ഏതാ? ഓപ്ഷൻ ഡി പാസ്കൽ ആണല്ലേ. പാസ്കലിന്റെ ഏതാ? പ്രഷർ. പാപ്പ ഏതാണ്? പാസ്കലിന്റെ ഏതാണ്? പ്രഷർ ആണ്. പാസ്കലിന്റെ യൂണിറ്റ്, പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ, അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് ഓർത്തിരിക്കുക. ഊഷ്മാവിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ എന്നിവയാണ്. ഇത് കറക്റ്റ് ഇതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? താപനില. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. കെൽവിൻ നമുക്കറിയാം താപനിലയുടെ എന്താണ്? SI യൂണിറ്റ് ആണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പം പാസ്കൽ എന്തിന്റെ യൂണിറ്റ് ആണ്? അതുകൂടെ ഓർത്തിരിക്കുക. പാസ്കൽ എന്തിന്റെ ആണ്? പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്: മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഓപ്ഷൻ എ 38 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 39 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 40 ഡിഗ്രി സെൽഷ്യസ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചെയ്തതാണ്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ രണ്ട് വാല്യൂം പഠിച്ചിരിക്കുക. ഈ രണ്ട് വാല്യൂം SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ചോദിച്ചാൽ അത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് ചോദിച്ചാൽ അത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് രണ്ടെണ്ണം ഓർത്തിരിക്കുക, രണ്ട് വാല്യൂസും ഓർത്തിരിക്കുക. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും മറന്നു പോവരുത്. നോക്കിക്കോ, -40 ഡിഗ്രി ആണ് കേട്ടോ. -40 ഡിഗ്രി ആണ് സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ വാല്യൂ കാണിക്കുന്ന ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? അത് 574.25 ആണ്. ക്ലിയർ ആയോ? സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും സെയിം വാല്യൂ കാണിക്കുന്നത് -40 ഡിഗ്രി ആണ്. -40 ആണ് എങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ വാല്യൂ കാണിക്കുന്ന ഏതാണ്? 574.25 ആണ്. രണ്ട് വാല്യൂസും മറക്കരുത്. ഇനി സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരിക്കലും എന്ത് കാണിക്കില്ല? സെയിം വാല്യൂ ഓഫ് ഊഷ്മാവ് ടെമ്പറേച്ചർ കാണിക്കില്ല. സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരിക്കലും ഒരുപോലത്തെ വാല്യൂ കാണിക്കാറില്ല. ഇനി സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും
തുല്യമായ താപനിലയിലെ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1 യൂണിറ്റ് ആണ് എന്ന് ഓർത്തിരിക്കുക. സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും തുല്യമായ താപനിലയിലെ വ്യത്യാസം എത്രയാണ്? അത് 1 യൂണിറ്റ് വ്യത്യാസമാണ് ഉള്ളത്. ഇനി നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കെൽവിൻ സ്കെയിലിൽ 0 കെൽവിൻ ആണ് എങ്കിൽ അതിന്റെ കറക്റ്റ് വാല്യൂ സെൽഷ്യസിൽ എത്ര വരും? -273.3 ഡിഗ്രി സെൽഷ്യസ് വരും. അത് ഫാരൻഹീറ്റിലാണെങ്കിൽ എത്രയാണ് വരുന്നത്? 60 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ നമ്മൾ ഈ ഒരു സംഭവം പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കി 100 കെൽവിൻ ആണ് എങ്കിൽ, ഓക്കെ, 100 കെൽവിൻ ആണ് എങ്കിൽ എങ്ങനെയാണ്? -173 ഡിഗ്രി സെൽഷ്യസ്, അതേപോലെ തന്നെ -279 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് ഐസ് ഉരുകുന്ന അവസ്ഥ അല്ലെ, അല്ലെങ്കിൽ ഐസ് ഉരുകുന്ന ഊഷ്മാവ്, ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് മെൽറ്റിംഗ് പോയിന്റ്, അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ്, പിന്നെ ശരീര ഊഷ്മാവ് പറയും. ശരീര ഊഷ്മാവ്, ഇത് മൂന്നുമാണല്ലോ നമുക്ക് അറിയേണ്ടത്. മെൽറ്റിംഗ് പോയിന്റ് അറിയണം, ബോയിലിംഗ് പോയിന്റ് അറിയണം, അതേപോലെ തന്നെ ശരീര ഊഷ്മാവ് അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണം. ഇനി ഇത് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എടുക്കുന്നു, ഫാരൻഹീറ്റ് എടുക്കുന്നു, കെൽവിൻ എടുക്കുന്നു. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ എടുക്കുന്നു. ഇനി ഐസ് ഉരുകുന്നത് ഏത് സെൽഷ്യസിലാണെന്ന് ചോദിച്ചാൽ അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ LGS-നകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേവല പൂജ്യ ഊഷ്മാവെന്നും പറഞ്ഞുകൊണ്ട് അല്ലെ, 2023-ലും 2024-ലും ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഐസ് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഉരുകുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരുന്നത്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ എത്ര കെൽവിനിലാണ്? എത്ര കെൽവിനാണ്? 273.15 കെൽവിനിലാണ് ഉരുകുന്നത്. ഇനി നേരെ തിരിച്ചിങ്ങനെ ചോദിക്കാം, 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ എത്ര കെൽവിൻ ആണ് വരുന്നത്? അത് 273.15 കെൽവിൻ ആണ് അവിടെ വരുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി ബോയിലിംഗ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം, വെള്ളം തിളയ്ക്കുന്നത് എത്ര ഊഷ്മാവിൽ, എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെ വെള്ളം തിളയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഫാരൻഹീറ്റിലാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കെൽവിൻ എത്രയാണ്? കെൽവിൻ എത്രയാണ്? 373.15 കെൽവിൻ. ശരീര ഊഷ്മാവും ഇതേപോലെ പഠിക്കണം. ശരീര ഊഷ്മാവ് നമ്മൾ ഒരെണ്ണം പറഞ്ഞു. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ശരീര ഊഷ്മാവ് എന്ന് പറയുന്നത്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയെങ്കിൽ എത്ര ഫാരൻഹീറ്റ് വരും? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് വരും. അങ്ങനെയെങ്കിൽ എത്ര കെൽവിൻ വരും? 310 അല്ലെങ്കിൽ 310 കെൽവിൻ വരും. ഇത്രയും വാല്യൂസ് ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്ത കാര്യമായതുകൊണ്ടാണ് വിശദീകരിച്ച് പറയാത്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം, 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഇവിടെ പറഞ്ഞു, ദാണ്ടെ ഇതാണ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് വരുമ്പം എത്ര ഫാരൻഹീറ്റാ വരുന്നത്? നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. എത്ര ആണ്? 212 അല്ലെങ്കിൽ 212 ഫാരൻഹീറ്റ്. അത് ഓപ്ഷനകത്തുണ്ടോ? ഉണ്ട്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ നമ്മൾ ഇത് കാണാൻ പഠിക്കണോ? വേണ്ട, നമുക്ക് അതിന് ഇക്വേഷൻ ഉണ്ട്. ഫാരൻഹീറ്റിനെ നമുക്ക് എന്താക്കണം? സെൽഷ്യസിലോട്ട് മാറ്റണം എങ്കിൽ, ഫാരൻഹീറ്റിനാണ് വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്. ഫാരൻഹീറ്റ് ഇവിടെ ചോദിച്ചേക്കുന്നുണ്ടോ? സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്, അതേപോലെ തന്നെ ഫാരൻഹീറ്റ് എന്നത് എത്ര സെൽഷ്യസ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതണം. അപ്പം ഫാരൻഹീറ്റ് സെൽഷ്യസിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെൽഷ്യസ് സമം ഫാരൻഹീറ്റിൽ ഒരു വാല്യൂ തരുമല്ലോ, ആ ഫാരൻഹീറ്റിലെ വാല്യൂ -32 × 5/9 ചെയ്താൽ മതി. ക്ലിയർ ആയി? ഇനി അതല്ല, നമ്മൾക്ക് സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് ആക്കണം, നേരെ തിരിച്ചാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളോട് ഇപ്പം ചോദിച്ച ചോദ്യം എങ്ങനെ ചെയ്താൽ മതി? ഫാരൻഹീറ്റ് സമം സെൽഷ്യസ് × 9/5, ഇവിടെ ക്ലോസ് ചെയ്യണം, 9/5 + 32 ചെയ്താൽ മതി. ഇനി അതല്ല, അടുത്തതുണ്ട്, സെൽഷ്യസ് സ്കെയിലിനെ കെൽവിനിലോട്ട് ആക്കാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെൽഷ്യസ് + 273.15 ചെയ്താൽ മതി. നേരെ തിരിച്ച് കെൽവിനിലെ സെൽഷ്യസിലോട്ട് ആക്കാനാണെങ്കിൽ സെൽഷ്യസ് സമം കെൽവിൻ -273.15. ക്ലിയർ ആയോ?
ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വാല്യൂ ചെയ്തല്ലോ, 212 അല്ലെ, 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ് നമുക്കറിയാം. അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? F is equal to C into 9/5 E plus 32 ആണ്. നമ്മൾ ഇവിടെ ഇക്വേഷൻ പഠിച്ചു അല്ലെ, ഫാരൻഹീറ്റ് സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ചെയ്യാൻ ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു ഇക്വേഷൻ എഴുതി. ഇനി നമുക്ക് ഇവിടെ ഫാരൻഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെൽഷ്യസിലെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 100 into 9/5 plus 32. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 180 plus 32 എന്ന് കിട്ടും. 180 plus 32 എത്ര? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. നമുക്ക് ഉത്തരം കിട്ടി. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇങ്ങനെയാണ് ആ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആദ്യത്തെ ക്ലാസ് നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? നമ്മൾ ഇവിടെ പറഞ്ഞു. നോക്കൂ, ഇവിടെ ജലം തിളയ്ക്കുന്നു അല്ലെ, ഫാരൻഹീറ്റിൽ എത്രയാണ് ജലം തിളയ്ക്കുന്നത് എന്നാ ചോദിച്ചേക്കുന്നത്. എത്രയാണ്? അതും 212 ആണ്. നമ്മളിവിടെ പഠിച്ചതാണ്ടേ, കണ്ടോ? ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലം തിളയ്ക്കുന്നത് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. നമ്മൾ ഓപ്ഷൻ വായിക്കുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഉത്തരം. അപ്പം എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. മറന്നു പോവല്ലേ. അടുത്ത ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഒരു പ്രസ്താവന ചോദ്യമാണ്. ഓപ്ഷൻ എ, ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. 2, തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോയാണ്. 3, മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. 4, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ആണ്. നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞോ. ഒന്നാമത്തത്, ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം തെർമോമീറ്റർ. ശരിയാണോ? ശരിയാണല്ലേ. ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം ഏതാ? തെർമോമീറ്റർ ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഊഷ്മാവ് അളക്കാനുള്ള, ടെമ്പറേച്ചർ അളക്കാനുള്ള ഉപകരണം ഏതാ? തെർമോമീറ്റർ ആണ്. ഇനി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? അത് ഗലീലിയോ ആണ്. അപ്പൊ രണ്ടാമത്തതും ശരിയാണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? ഗലീലിയോ. നമ്മൾ ആദ്യം ചലനത്തെ പറ്റി പഠിച്ചപ്പോഴും ഗലീലിയോ പറ്റി പഠിച്ചായിരുന്നു. അതും ഇതിന്റെ കൂടെ തന്നെ അങ്ങ് ഓർത്തു വെക്കോണം. മൂന്നാമത്തത്, മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ശരിയാണോ? അതെ അല്ലെ. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? അത് ഫാരൻഹീറ്റ് ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. 4, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് അപ്പോൾ ആരാണ്? സർ തോമസ് ആൽബർട്ട് ആണ്. തിരിഞ്ഞു പോവരുതേ, തിരിയല്ലേ. തെർമോമീറ്റർ ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം, അതെല്ലാവർക്കും അറിയാം. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? ഗലീലിയോയാണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഫാരൻഹീറ്റ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ്. ക്ലിനിക്കൽ തെർമോമീറ്റർ ആരാണ്? സർ തോമസ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. മറന്നു പോകത്തില്ലല്ലോ. ചോദിച്ചോട്ടെ, തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? ഉത്തരം ശരി. ആരാണ്? ഗലീലിയോയാണ്. അടുത്ത ചോദ്യം, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ആൽബർട്ട്. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ അപ്പം ഇതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? മേൽ പറഞ്ഞവയെല്ലാം അല്ലെ. ഓപ്ഷൻ 4 മേൽ പറഞ്ഞവയെല്ലാം. ഓർക്കാൻ എളുപ്പം. നമ്മൾ ക്ലിനിക്കൽ പോയാൽ മിക്കവാറും തോമസ് ഡോക്ടറിനെ കാണും. അപ്പം ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ആൽബർട്ട്. പിന്നെ മറ്റത് രണ്ടെണ്ണം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. അങ്ങനെയെങ്കിൽ മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരാണ്? ഫാരൻഹീറ്റ് ആണ്. ഓക്കെ. അടുത്ത ഇത്, ശരീര താപനില അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? അത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു താപനില അളക്കുന്നതിനുള്ള യൂണിറ്റ് തെർമോമീറ്റർ ആണ്. എങ്കിൽ ശരീര താപനില അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? സർ തോമസ് ആൽബർട്ട് ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലാണ് ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കാം. സാധാരണയായി താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ എന്ന് പറയുന്നത് മെർക്കുറി തെർമോമീറ്റർ ആണ്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറി ആണ്. ശരീര താപനില അളക്കുന്നതിനുള്ളത് ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് ലബോറട്ടറി തെർമോമീറ്റർ. 200 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലബോറട്ടറി തെർമോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് ഉപകരണങ്ങൾ പഠിക്കാം.
ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക, ഒരു മാർക്ക് ഉറപ്പുള്ളതാണ്, പഠിച്ചോളുക. ആദ്യത്തത് ഗ്രാവിമീറ്റർ. ഗ്രാവിറ്റേഷൻ. എന്താണ് ഗ്രാവിറ്റേഷൻ? ഭൂഗുരുത്വാകർഷണം അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഗ്രാവിമീറ്റർ എന്തിനു വേണ്ടി അളക്കാനുള്ളതായിരിക്കും? ഭൂഗുരുത്വം അളക്കാനുള്ളതാണ്. ഒന്നാമത്തെ പഠിച്ചു, ആ പേര് വെച്ച് തന്നെ പഠിക്കാലോ, ഗ്രാവിമീറ്റർ. ഗ്രാവിറ്റേഷൻ അങ്ങനെ ഓർത്താ മതി. അപ്പൊ ഭൂഗുരുത്വം. രണ്ടാമത്തത് അൾട്ടിമീറ്റർ. അൾട്ടിമീറ്റർ വിമാനത്തിന്റെ ഉയരം. അൾട്ടിമീറ്റർ നമ്മൾ അടി എന്നൊക്കെ ഓർത്താ മതി, അൾട്ടി അല്ലെങ്കിൽ അടി ഉയരം. അപ്പം അൾട്ടിമീറ്റർ എന്താണ്? വിമാനത്തിന്റെ ഉയരം അളക്കാനുള്ളതാണ് അൾട്ടിമീറ്റർ. അടുത്ത ഹൈഡ്രോഫോൺ. ഹൈഡ്രോ എപ്പോഴും വാട്ടർ ആണ് അല്ലെ, അപ്പൊ ഹൈഡ്രോഫോൺ എന്താണ്? ജലത്തിനടിയിലെ ശബ്ദം. ഫോണിൽ കൂടെ വരുന്നത് ശബ്ദമാണ്. അപ്പൊ ഹൈഡ്രോഫോൺ എന്താണ്? ജലത്തിനടിയിലെ ശബ്ദം. ജലത്തിനടിയിലെ ശബ്ദം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയാണ് ഹൈഡ്രോഫോൺ ഉപയോഗിക്കുന്നത്. അടുത്തത് പൈറോമീറ്റർ. പൈറോമീറ്റർ എന്താണെന്ന് അറിയാമോ? ഉയർന്ന ഊഷ്മാവ്. പൈറോമീറ്റർ എന്താണ്? ഉയർന്ന ഊഷ്മാവ് അളക്കാൻ വേണ്ടിയാണ്. അടുത്ത ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോ ഓർത്താല് ആപേക്ഷിക ആർദ്രത അളക്കാൻ വേണ്ടിയാണ്. ഹൈഗ്രോമീറ്റർ ആപേക്ഷിക ആർദ്രത അളക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ 5 എണ്ണം പഠിച്ചല്ലോ. ഒന്ന് ഗ്രാവിമീറ്റർ, ഭൂഗുരുത്വം. ഭൂഗുരുത്വം. ഹൈഡ്രോഫോൺ അപ്പൊ എന്താ? ഹൈഡ്രോ ജലമാണ്, അപ്പം ഫോണ് നമുക്കറിയാം ശബ്ദമാണ്. അപ്പം ഹൈഡ്രോഫോൺ എന്താണ്? ജലത്തിനടിയിലെ ശബ്ദം ഓർക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അൾട്ടിമീറ്റർ എന്താണ്? അടിന്ന് ഓർത്താൽ മതി. അപ്പൊ അൾട്ടിമീറ്റർ വിമാനത്തിലെ ഉയരം. അടുത്ത പൈറോമീറ്റർ എന്താണ്? ഉയർന്ന ഊഷ്മാവ് അളക്കാൻ വേണ്ടിയാണ്. ഹൈഗ്രോമീറ്റർ എന്താണ്? ആപേക്ഷിക ആർദ്രത അളക്കാൻ വേണ്ടിയാണ്. അടുത്തതാണ് ടാക്കോമീറ്റർ എന്താണ്? വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയുടെ വേഗത അളക്കാൻ വേണ്ടിയാണ്. കേട്ടോ, ടാക്കോമീറ്റർ എന്താണ്? വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയുടെ വേഗത. അപ്പൊ കാറിന്റെ ഒക്കെ ആണെങ്കിൽ എന്താണ്? ഓഡിയോമീറ്റർ അല്ലെ. അപ്പം ടാക്കോമീറ്റർ എന്താണെന്ന് മറക്കരുത്. വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയുടെ വേഗത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടാക്കോമീറ്റർ. അപ്പോൾ ഫാത്തോമീറ്റർ എന്താണ്? ഫാത്തോമീറ്റർ സമുദ്രത്തിന്റെ ആഴം അളക്കാൻ വേണ്ടിയാണ്. സമുദ്രത്തിന്റെ ആഴം. അപ്പൊ ടാക്കോമീറ്റർ എന്താണ്? വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയുടെ വേഗത. ഓഡോമീറ്റർ എന്തായിരുന്നു? കാറ്, ബൈസൈക്കിൾ എന്നിവയുടെയൊക്കെ വേഗത അളക്കാൻ വേണ്ടിയാണ്. എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് അറിയാൻ വേണ്ടിയാണ് ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓഡോമീറ്റർ. ഇവിടെ നമ്മൾ പറയുന്നത് ടാക്കോമീറ്റർ ആണ്. ടാക്കോമീറ്റർ എന്താണ്? വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയുടെ വേഗതയാണ്. ഫാത്തോമീറ്റർ എന്താണ്? സമുദ്രത്തിന്റെ ആഴം അളക്കാൻ. വിൻഡ് വെയിൽ അതെല്ലാവർക്കും അറിയാം അല്ലെ. വിൻഡ് അപ്പൊ എന്താണ്? കാറ്റിന്റെ ഗതി അറിയാനാണ്. റെയിൻ ഗേജ് എന്താണ്? റെയിൻ ഗേജ് മഴയുടെ അളവാണ്. റെയിൻ അങ്ങനെ ഓർത്താൽ മതി. റെയിൻ മഴ. അപ്പൊ മഴയുടെ അളവ് നോക്കാൻ വേണ്ടിയാണ്, രേഖപ്പെടുത്താൻ വേണ്ടിയാണ് റെയിൻ ഗേജ് ഉപയോഗിക്കുന്നത്. അനിമോമീറ്റർ എന്തിനാണെന്ന് അറിയാമോ? കാറ്റിന്റെ ശക്തിയും വേഗതയും അളക്കാൻ വേണ്ടിയാണ്. കാറ്റിന്റെ ഗതി അറിയാൻ വേണ്ടി വിൻഡ് വെയിൽ ആണ് എങ്കിൽ കാറ്റിന്റെ ശക്തിയും വേഗതയും അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അടുത്ത മാരിനേഴ്സ് കോമ്പസ് എല്ലാവർക്കും അറിയാം. കോമ്പസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ദിശ അറിയാനാണ്. അപ്പൊ ദിശ അറിയാൻ വേണ്ടി നാവികർ ഉപയോഗിക്കുന്നതാണ് മാരിനേഴ്സ് കോമ്പസ് എന്ന് പറയുന്നത്. അപ്പം പഠിച്ചല്ലോ. ടാക്കോ എന്താണ്? വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയുടെ വേഗത. ഫാത്തോമീറ്റർ നമ്മൾ എന്തെങ്കിലും വെള്ളത്തിലോട്ട് വന്നാൽ ബ്ലും എന്നാ കഴിക്കുന്നത് അല്ലെ. അപ്പൊ പാത്തോ അങ്ങനെ ഓർത്താൽ മതി. ഫാത്തോമീറ്റർ സമുദ്രത്തിന്റെ ആഴം. വിൻഡ് വെയിൽ അറിയാലോ, എന്താണ്? കാറ്റിന്റെ ദിശ. അങ്ങനെയെങ്കിൽ കാറ്റിന്റെ ശക്തിയും വേഗതയും അറിയാൻ വേണ്ടി അനിമോമീറ്റർ. റെയിൻ ഗേജ് എന്താണ്? മഴയുടെ അളവ് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ മാരിനേഴ്സ് കോമ്പസ് എന്താണ്? ദിശ അറിയാൻ നാവികർ ഉപയോഗിക്കുന്നതാണ് മാരിനേഴ്സ് കോമ്പസ്. അടുത്തതാണ് പെരിസ്കോപ്പ് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും? അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് തന്നെ ജലോപരിതലത്തിലെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പെരിസ്കോപ്പ്. നെഫോസ്കോപ്പ് അപ്പോൾ എന്താണ്? മേഘങ്ങളുടെ വേഗതയും ദിശയും അറിയാൻ വേണ്ടിയാണ്. നെഫോസ്കോപ്പ് മേഘങ്ങളുടെ വേഗതയും ദിശയും അറിയാൻ വേണ്ടിയാണ്. അപ്പൊ കാറ്റിന്റെ വേഗതയെ അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? അനിമോമീറ്റർ ആണ്. കാറ്റിന്റെ ദിശ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വിൻഡ് വെയിൽ ആണ്. അങ്ങനെയെങ്കിൽ മേഘങ്ങളുടെ വേഗതയും ദിശയും അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? നെഫോസ്കോപ്പ് ആണ്.
ഇബുലിയോസ്കോപ്പ് എന്താണ്? ഇബുലിയോസ്കോപ്പ് ദ്രാവകങ്ങളുടെ തിളനില. ഇബുലിയോസ്കോപ്പ്, ഇബുലിയോസ് കോൺസ്റ്റന്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇബുലിയോസ്കോപ്പ് എന്താണ്? ദ്രാവകങ്ങളുടെ തിളനില അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇബുലിയോസ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്ത ഓം മീറ്റർ, അതറിയാലോ. ഓം എന്ന് പറയുമ്പോഴേ അറിയാം, വൈദ്യുത പ്രതിരോധം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓം മീറ്റർ. അപ്പോൾ ക്രെസ്കോഗ്രാഫ് എന്താണ്? ക്രെസ്കോഗ്രാഫ് ചെടികളുടെ വളർച്ച. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചെടികളുടെ വളർച്ച അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. അടുത്തതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഭൂചലനം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സീസ്മോമീറ്റർ. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ചെടികളുടെ വളർച്ച അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ക്രെസ്കോഗ്രാഫ് ആണ്. ഭൂചലനം അല്ലെങ്കിൽ ഭൂചലനം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സീസ്മോമീറ്റർ ആണ്. അടുത്തത് ട്രാൻസ്ഫോമർ. എല്ലാവർക്കും അറിയാലോ എന്താണ്? AC വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്നതാണ് ട്രാൻസ്ഫോമർ. കമ്മ്യൂട്ടേറ്റർ എന്താണ്? അപ്പോൾ വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് കമ്മ്യൂട്ടേറ്റർ. വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം കമ്മ്യൂട്ടേറ്റർ. അടുത്ത റിയോസ്റ്റാറ്റ്. എന്താണ് റിയോസ്റ്റാറ്റ്? ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്മീറ്റർ എന്താണ്? അമ്മീറ്റർ ഒരു സർക്യൂട്ടിലെ വൈദ്യുതി പ്രവാഹം അളക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ 4 എണ്ണം പഠിച്ചോളുക. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് AC വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്നു. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്നു. റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിന് മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്നു. അമ്മീറ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ സീസോഗ്രാഫ് എന്താണ്? ഭൂചലനം സീസോമീറ്റർ എന്താണ്? അത് ഭൂചലനം അളക്കാൻ വേണ്ടിയാണ് അല്ലെ. അങ്ങനെയെങ്കിൽ വിൻഡ് വെയിൽ എന്താണ്? കാറ്റിന്റെ ദിശ അറിയാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അനിമോമീറ്റർ എന്താണ്? കാറ്റിന്റെ ശക്തിയും വേഗതയും അളക്കാൻ വേണ്ടിയാണ്. ടാക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയുടെ വേഗത അളക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത്രയും ഉപകരണങ്ങളും അതിന്റെ ഉപയോഗങ്ങളും പഠിച്ചിരിക്കുക. ഒരു മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ഭൂചലനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്കറിയാം. ആ ഓപ്ഷൻസ് ഒന്നും വായിക്കണ്ട. ഏതാണ്? സീസ്മോമീറ്റർ ആണ് അല്ലെ. സീസ്മോമീറ്റർ. അപ്പൊ ഹൈഡ്രോമീറ്റർ എന്താണ്? നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ആ സൗണ്ട് അല്ലെ. ഹൈഡ്രോഫോണ് എന്താണ്? ജലത്തിന് താഴെയുള്ള ശബ്ദം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പം ഈ ഉപകരണങ്ങളും അതിന്റെ തന്നെ ഉപയോഗങ്ങളും എല്ലാവരും പഠിച്ചിരിക്കാം. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അപ്പൊ ഒരുപാട് നിങ്ങൾക്ക് കണ്ടന്റ് തന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ പഠിച്ചു പോവുക. നമ്മൾ വെറുതെ കണ്ടന്റ് ഇട്ട് ക്ലാസ് തന്ന അങ്ങനല്ല. നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പഠിക്കുക. 10th പ്രിലിംസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ 2025 നമ്മുടെ വർഷമാകണം. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ ഉണ്ടാകട്ടെ. താങ്ക് യു.